Resonance, the study spot. പ്രിയപ്പെട്ട തുല്യതാ പഠിതാക്കളെ, എല്ലാവർക്കും റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്നും പറഞ്ഞു തുടങ്ങിയതാണ്. വന്ന് നമ്മുടെ യാത്ര രണ്ടാമത്തെ പാഠഭാഗത്തിലെത്തി നിൽക്കുന്നു. രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് മാറ്റങ്ങളുടെ ഇന്ത്യ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ പാർട്ട് 2 കാണുന്നതെങ്കിൽ പാഠം നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആദ്യ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ലിങ്ക് കൂടെ നൽകുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യത്തെ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റെസൊണൻസ് പഠന സഹായ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക്, നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് ഉപകരിക്കുന്ന, അല്ലെങ്കിൽ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും പരീക്ഷകളും എല്ലാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ഭാഗമാവാനുള്ള ലിങ്കും കൂടെ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സമയം വൈകിക്കുന്നില്ല, പാഠഭാഗത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്, ഇതൊരു വലിയ ഭാഗമാണ്. പക്ഷെ ആ വലിയ ഭാഗം മുഴുവൻ നിങ്ങളോട് പറയാതെ പരീക്ഷാ കേന്ദ്രീകൃതമായ ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിലേറെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല, ആവശ്യത്തിലേറെ നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുള്ളൂ. അതിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷ വരുത്തരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കണ്ടന്റുകൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഇതിൽ നമ്മൾ പറയുന്നതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഗുപ്തകാലത്തെ ജനജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഭൂദാനം വ്യാപകമായി നടന്നിരുന്നു എന്നുള്ളതാണ്. കാർഷികോൽപാദനം നടന്നിരുന്നു. വ്യാപാരം ദുർബലമായി പോയിട്ടുണ്ട്. നഗരങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. വർണ്ണ സമ്പ്രദായം ശക്തമായി. വിഷ്ണു ഭക്തരും ശിവഭക്തരും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അതിലിപ്പോൾ ഈ വർണ്ണ സമ്പ്രദായം ശക്തമായി എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒന്ന് ഓർത്തു വെക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോയിന്റ്. ഇതിപ്പോൾ ഗുപ്തകാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഒരുപക്ഷെ സമൂഹത്തിൽ ഇപ്പോഴും ഈ വർണ്ണ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് കേട്ട വാർത്തകളിലാവട്ടെ എല്ലാം നമ്മളിത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ നമ്മൾ ഈ 4 പോയിന്റിൽ ഒരെണ്ണം എന്തായാലും നിങ്ങളത് പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിലുള്ള 3 പോയിന്റുകൾ കൂടി ചേർത്ത് കൊണ്ടായിരിക്കണം ഈ ചോദ്യത്തിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ കുറച്ച് വ്യക്തികളെക്കുറിച്ചും അവർ രചിച്ച പുസ്തകങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നും കൂടി ഉള്ളത് ഞാൻ പറയാം. ശാസ്ത്ര സാഹിത്യ രംഗത്ത് ഗുപ്തകാലം ഗണ്യമായ പുരോഗതി കൈവരിച്ചിരുന്നു. ഈ രംഗങ്ങളിൽ സംഭാവന നൽകിയ വ്യക്തികളെയും അവർ രചിച്ച പുസ്തകങ്ങളെയും കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാളിദാസൻ, ശൂദ്രകൻ, വിശാഖദത്തൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ഇത്രയും വ്യക്തികൾ, ഇത്രയും രചയിതാക്കൾ, ഇത്രയും എഴുത്തുകാരുടെ പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ ശൂദ്രകൻ എന്ന് പറയുന്ന എഴുത്തുകാരനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാളിദാസൻ, ശൂദ്രകൻ്റെ വൃശ്ചകടികമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാം ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇയാൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിച്ചു നീട്ടലുമില്ല, ഓൺലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ സ്ലൈഡും കൂടിയേ പറയാനുള്ളൂ. ആ സ്ലൈഡും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ പാഠഭാഗം പൂർണ്ണമായി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പോവാം. സംഘം കൃതികളെ ഏതാണ്ട് 7 എണ്ണമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. സംഘം കൃതികളെ എത്ര എണ്ണമായിട്ട് വിഭജിച്ചെന്നുള്ള ചോദ്യത്തിന് 7 എണ്ണമായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. ഓക്കെ, അക 400, പുറ 400, പതിറ്റു 10, മണിമേഖല, ചിലപ്പതികാരം,
തോൽക്കാപ്പിയം, തിരുക്കുറൾ. അപ്പം ഇങ്ങനെയാണ് ഇത് വിഭജിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് താഴത്തൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കി വെച്ചോളൂ. അപ്പു പച്ച തോൽക്കുപ്പായം മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ആ ഹിൻഡ് എഴുതി വെച്ചിട്ടുള്ളത്, നോക്കി വെച്ചോളൂ. അപ്പു പച്ച തോൽക്കുപ്പായം മതി എന്ന് പറഞ്ഞു. അകനാനൂറിന് സൂചിപ്പിക്കുന്നു. പുറനാനൂറിന് സൂചിപ്പിക്കുന്നതാണ്. പതിറ്റു പത്തിനെയാണ് എന്ത് ചെയ്യുന്നതുള്ളത്, രേഖപ്പെടുത്തി വെക്കുന്നത്. തോൽക്കുപ്പായം എന്നുദ്ദേശിച്ച ആരെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, തോൽക്കാപ്പിയമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വരാനുള്ള ആളുകൾ മണിമേഖലയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തിരുക്കുറളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അതിലൊരു നമുക്ക് വേറെ വരുന്ന ആ ചായം കൂടെ രേഖപ്പെടുത്തിക്കുന്നത് ചിലപ്പതികാരം എന്ന് പറയുന്ന ക്ലൂവും കൂടി കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരെയും അപ്പു പച്ച തോൽക്കുപ്പായം മതി പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഹിൻഡ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ക്ലൂ കണക്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 7 ആളുകളെയും പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ സംഘം കൃതികളെ 7ആക്കി തിരിച്ചു എന്ന് അല്ലെങ്കിൽ വിഭജനങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അപ്പു പച്ച തോൽക്കുപ്പായം മതി പറഞ്ഞു എന്ന് പറയുന്ന ഹിൻഡായിരിക്കണം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ലൈൻ. ഇതുകൂടെ പറയുന്നതോടുകൂടെ നമ്മളുടെ സെക്കൻഡ് പാർട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു പാർട്ടിൽ നമ്മൾ പാർട്ട് 3 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വെക്കുന്ന ഈ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് വെച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ പാർട്ട് 3 ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റത്തത് തിണകൾ. അതിൽ പാലക്കാട്, കുറഞ്ചലിക്കോട് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ. കേരളത്തിലെ ചില സ്ഥലനാമങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. പ്രാചീന തമിഴകത്ത് സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളോടുകൂടിയ 5 ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവ തിണകൾ എന്നറിയപ്പെട്ടു. അവയുടെ പേരുമായി ഈ സ്ഥലനാമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. 5 തിണകളും അവയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും എന്താണെന്ന് നോക്കാം. ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയയാണ് തിണകളും ഭൂമിശാസ്ത്ര സവിശേഷതകളും. അതിൽ കുറിഞ്ചി എന്ന് പറയുന്നത് വനപ്രദേശമാണ്. മുല്ലൈ പുൽമേടുകളാണ്. പാലൈ വരണ്ട പ്രദേശങ്ങളാണ്. മരുതം എന്ന് പറയുന്നത് നദീതടമാണ്. നെയ്തൽ തീരപ്രദേശമാണ്. ഓക്കെ, ഇത്തരത്തിൽ 5 വിഭാഗങ്ങളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 5 തിണകളെന്നും തിണകൾ 5 എണ്ണമാണുള്ളത്, 5 എണ്ണമാണെന്നും അതിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പാഠഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ പാർട്ട് 3 നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പാഠഭാഗവും നമ്മൾ എന്ത് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു, പഠിച്ചു തീർന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതാണ്ട് നമ്മളുടെ ഫാമിലി വളർന്ന് 294ഓളം സബ്സ്ക്രൈബേഴ്സാണ് കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എത്തിയിട്ടുള്ളത്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമെന്നും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും പഠിതാക്കളെയും കൂടെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ വീഡിയോകളുടെ ലിങ്കുകളും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.